അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊരു ക്യാൻവാസ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണേ കേട്ടോ. അതുപോലെ തന്നെ താഴേക്ക് ഇറക്കിയിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പം കഴുത്ത് അകലം ഉണ്ട്, ഇത് വരച്ചു. അപ്പോൾ ഈ കഴുത്തകലം 2.5 ആണെങ്കിൽ അല്പം കൂടി കൂട്ടി, അതായത് 3 ഇഞ്ച് അല്ലെങ്കിൽ 2.25 ഇഞ്ചായിട്ട് എടുക്കണം കേട്ടോ. ഇനി താഴേക്ക് കഴുത്തിൻ്റെ ഇറക്കം 7 ഇഞ്ച് അടയാളപ്പെടുത്തിയാണ്. അതായത് എനിക്ക് 6.5 കിട്ടണമെങ്കിൽ 7 ഇഞ്ച്, അപ്പോൾ ഒരു 6.25 ഇരിക്കട്ടെ. അപ്പോൾ 7.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഇത് ഒരു കസ്റ്റമർ തന്ന ഒരു ചുരിദാറിൻ്റെ നെക്ക് തന്നെയാണ്. അപ്പോൾ ഒരു 6 ഇഞ്ചിലേക്ക് താഴേക്ക് ഒരു 6, 5.5 എത്രയാണോ 6 ഇഞ്ചിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുക്കണം കേട്ടോ, യു പോലത്തെ. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നും കൂടി വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നൊരു വി പോണം, വി കട്ടിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പം ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തണം. പിന്നെ അപ്പം നമ്മൾക്ക് ഇത് എളുപ്പത്തിൽ അപ്പുറത്തേക്ക് മറിക്കാനായിട്ട് നമുക്ക് സൂചിയിൽ നൂലിടാതെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. അപ്പം നമുക്ക് ഈ ഭാഗത്തും കണ്ടോ, ഉള്ളിലൊക്കെ ഈ ഡോട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഡോട്ടുകൾ ആ ഒരു ലൈനിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പം അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നൂല് കോർക്കണം. പിന്നെ ഇനി ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ടു. എന്നിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വിട്ടിട്ട് നമുക്കൊന്ന് മടക്കി അടിക്കാനുള്ള പാകത്തിന് തുണി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ തുണി എടുക്കുക, ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ ഒപ്പം വെച്ച് കൊടുക്കണം. അതായത് ഈ സെൻറ്റർ പോർഷൻ നേരെ. എന്നിട്ട് നമ്മുടെ ഈ മടക്ക് കണ്ടോ, അതിലൂടെ ഒന്ന് നേരിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യണേ. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി എന്നിട്ട് നമുക്ക് ഈ തുണി നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഏതാണോ അതെടുക്കുക. ഇതിൻ്റെ നോറ്റിട്ട ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ചെയ്തതുപോലെ നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കറക്റ്റായി പിടിക്കണേ. ഇനി നമുക്ക് ഇവിടെ ഒപ്പം വെച്ചിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതിലേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ഡോട്ടിന് മുകളിലൂടെയാണ് കേട്ടോ പോയത്. ഇനി ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊക്കെ ഓരോന്ന് വെച്ചിട്ട് കൊടുക്കാം.
ഇത് ഇപ്പത്തേക്ക് ഇതുപോലെ ചെയ്യും. ഇവിടെ ഒന്ന് ഒരു പേനയോ കത്രികയോ വെച്ചിട്ടൊന്ന് ഷാർപ്പൻ ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നന്നായിട്ട് അയൺ ചെയ്ത് ഇവിടെ ഹെമ്മിങ് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.